ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ മാനേജേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ MBA ചേസർ. സോ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്ന LRDയുടെ ബേസിക്സിനെ പറ്റി. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്ലഡ് റിലേഷനെ പറ്റിയാണ്. സോ ഒരു ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പം നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ ഒരു ഫാമിലി ട്രീ, അതാണ് ബ്ലഡ് റിലേഷൻ വെച്ച് നമ്മൾ പൊതുവേ നമ്മൾ പറയുന്നത്. ഈ ബ്ലഡ് റിലേഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അതും വൺ ഓഫ് ദി ഈസിയസ്റ്റ് പേപ്പർ ആയിരിക്കും. കാരണം ബ്ലഡ് റിലേഷനും വൺ ഓഫ് ദി ഈസിയസ്റ്റ് ടോപ്പിക്സ് ആണ്. പക്ഷേ അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. പക്ഷേ കൺഫ്യൂസിങ് ആണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഈ ബ്ലഡ് റിലേഷൻ്റെ ഒരു വൺ ഓഫ് ദി പോസിറ്റീവ് സൈഡ്. ഇപ്പം കേറ്റിൽ ഏതൊരു എക്സാംസ് ആയാലും നമുക്ക് ബ്ലഡ് റിലേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. കേറ്റിൽ നമുക്ക് വന്നില്ലെങ്കിൽ ഇല്ലെന്നാണ്. കാരണം നമുക്ക് അതിൽ നിന്നും വലിയ വലിയ ടോപ്പിക്സ് ഉണ്ട്. പക്ഷേ SSCയും ബാങ്കും അതേപോലത്തെ എക്സാംസിന് ഇതും എന്തായാലും ചോദിച്ചിരിക്കും. സോ ഒരു ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഡ്രോ എ ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഫാമിലി ട്രീ ആദ്യം അങ്ങ് വരയ്ക്കുക. അതുമാത്രം നമ്മളെ മുമ്പിൽ ഒരു വഴിയുള്ളൂ. പിന്നെ നമ്മളെ ലോജിക്ക് ആലോചിച്ചും ചില ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സിമ്പിൾസ്. നമ്മൾ ഇപ്പം ഞാൻ പൊതുവെ കൊടുക്കുന്നത് എങ്ങനെയെന്ന് പറയുമ്പം പോസിറ്റീവ് മെയിലിനും നെഗറ്റീവ് ഫീമെയിലിനുമാണ്. എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് സൈഡിൽ ആരും എടുക്കല്ലേടാ, ഞാൻ എടുക്കുന്നതാണ്, ഞാൻ അത് ശീലിച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫീമെയിൽസിന് പോസിറ്റീവും മെയിൽസിന് നെഗറ്റീവും കൊടുക്കാം, അത് നിങ്ങളെ ഇഷ്ടമാണ്, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. സോ അതുപോലെ തന്നെ ഞാൻ പിന്നീട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിനെ ഞാൻ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാല ഇടണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഹസ്ബൻഡിനും വൈഫിനും ഇങ്ങനെ കൊടുക്കുന്നത്. ബാക്കി സിബ്ലിയൻസിനൊക്കെ ഇപ്പം അടുത്ത് ഈ ഹസ്ബൻഡിനും വൈഫിനും 2 മക്കളുണ്ടെന്ന് പറയണം. അപ്പം ഞാൻ ഇങ്ങനെ വരയ്ക്കും. ഇവിടെ നിന്ന് ഒരാൾ, ഇപ്പം രാമവും സീതയും. അപ്പം ഇങ്ങനെ ഞാൻ ഒരു വര മാത്രമേ വരയ്ക്കുകയുള്ളൂ. എന്നാൽ അവർ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഞാൻ ഇങ്ങനെ 2 ആരോ അറ്റത്ത് വരയ്ക്കും. സോ അങ്ങനെയാണ് ഞാൻ ചെയ്തു വരുന്നത്. ആ ഫോർമാറ്റിലായിരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ മെയിൻലി നോക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും നിങ്ങളടുത്ത് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അന്ന് വരൂല. അതുപോലെ തന്നെ പിന്നെ ഫ്രണ്ട്സ് വരൂല, 2 ഭാര്യമാർ വരൂല. 2 ഭാര്യമാർ ഒരിക്കലും വരാനൊന്നുമില്ല. അതൊന്നും നിങ്ങൾ ചിന്തിക്കില്ല, 2 ഭാര്യമാർ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ബ്ലഡ് റിലേഷൻ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ തന്നെ ഫാമിലി ട്രീ വരയ്ക്കേണ്ടതാണ്. സോ ഫാമിലി ട്രീ വരച്ചിട്ട് അതിൽ നിന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള സിമ്പിൾസ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഡിനോട്ട് ചെയ്യണം. ഇപ്പം ഞാൻ എൻ്റെത് വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് അച്ഛനും അമ്മയും ഭാര്യ ഭർത്താവ്. സോ ഞാൻ ഫാദർ മദർ എന്ന് എഴുതി. സോ മദറിന് ഞാൻ നെഗറ്റീവ് എന്നും ഫാദറിന് ഞാൻ പോസിറ്റീവ് എന്നും കൊടുത്ത് നമ്മൾ 2 പേരാണ്. സോ ഞാൻ ശ്രീഗീത്, ചേട്ടൻ സംഗീത്. അപ്പോൾ ചേട്ടന് വൈഫുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചിട്ട് ചേട്ടൻ്റെ വൈഫിൻ്റെ പേരെഴുതി. സോ ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പോസിറ്റീവ് ബ്രദർ ആയതുകൊണ്ട് നമ്മൾ മെയിൽ ആയതുകൊണ്ട് പോസിറ്റീവ്, ഫീമെയിൽ ആയതുകൊണ്ട് നെഗറ്റീവ് കൊടുത്തു. മനസ്സിലായോ? ഇങ്ങനെ നിങ്ങളത് വരച്ച് നോക്കുക, എന്നിട്ട് കൺഫ്യൂഷൻ ആക്കാതിരിക്കുക, കൺഫ്യൂഷൻ മാറ്റുക. അതുപോലെ തന്നെ കുറേ ഇമ്പോർട്ടൻറ്റ് റിലേഷൻസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇമ്പോർട്ടൻറ്റ് റിലേഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ ഇമ്പോർട്ടൻറ്റ് റിലേഷൻസ് എന്ന് വെച്ചാൽ ഫാദർ ഓഫ് ഫാദർ ഓർ മദർ, ഫാദർ ഓഫ് ഫാദർ ആൻഡ് മദർ ഓർ മദർ എന്ന് ചോദിക്കുക. അച്ഛൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ എന്ന് പറയണം. നമ്മൾ എന്തോന്ന് പറയും? ഗ്രാൻഡ് ഫാദർ എന്ന് പറയും. ഗ്രാൻഡ് ഫാദർ അല്ലേ, അപ്പൂപ്പൻ എന്ന് പറയും മലയാളത്തിൽ. മദർ ഓഫ് ഫാദർ ആൻഡ് മദർ ആണെങ്കിലോ അത് നമ്മൾ എന്തോന്ന് പറയും? ഗ്രാൻഡ് മദർ എന്ന് പറയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാനുള്ള ഒരു കാര്യമാണ്, വൈഫ് ഓഫ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് മദർ, ഹസ്ബൻഡ് ഓഫ് ഗ്രാൻഡ് മദർ എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് ഫാദർ. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫാദർ ഇൻ ലോ ഓഫ് ഫാദർ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഗ്രാൻഡ് ഫാദർ ഓർ മദർ. അമ്മയുടെ അച്ഛൻ്റെ ഫാദർ ഇൻ ലോ എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രാൻഡ് ഫാദറാണ്. നമ്മുടെ അപ്പൂപ്പനല്ലേ, അമ്മയുടെ അമ്മായി അച്ഛൻ അല്ലേ? നിങ്ങളവിടെയൊക്കെ എന്ത് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളവിടെയൊക്കെ അമ്മായി അച്ഛൻ എന്നാണ് പറയുന്നത്, അമ്മായി അമ്മയും അമ്മായി അച്ഛനും. സോ മദർ ഇൻ ലോ, അമ്മായി അമ്മ മരുമോൾ പോരെന്ന് കേട്ടിട്ടില്ലേ? അപ്പം മദർ ഇൻ ലോ ഓഫ് ഫാദർ ഓർ മദറിനെ നമ്മൾ എന്തോന്ന് പറയും? ഗ്രാൻഡ് മദർ എന്ന് പറയും. സോ ഇത് എഴുതി വെച്ചു. അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കണം. ഇത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് റിലേഷൻസ് ഇപ്പം 4 എണ്ണമാണ്, ഇനി കുറേ ഉണ്ട്. അപ്പോൾ ഇത് എഴുതി വെച്ചോ. ദെൻ 5ാമത് ബ്രദർ ഓഫ് ഫാദർ നമ്മൾ എന്തോന്ന് വിളിക്കും? മാമാന്ന് വിളിക്കും, അങ്കിൾ. അല്ലെങ്കിൽ നമ്മളെ സിസ്റ്റർ, അച്ഛൻ്റെ സഹോദരി നമ്മൾ എന്തോന്ന് വിളിക്കും? മാമി എന്ന് വിളിക്കും. അതുകൊണ്ടാണ് ആൻറ്റി. നമ്മളടുത്ത് ചില ക്വസ്റ്റ്യനിൽ
നമ്മൾ പെറ്റേണൽ അങ്കിളെന്നും പെറ്റേണൽ ആൻറ്റി എന്നും പറയുകയാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ആലോചിക്കണം, അത് അച്ഛൻ്റെ സഹോദരനെ അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരി ആയിരിക്കും നമ്മൾ പെറ്റേണൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് ബ്രദർ ഓഫ് മദറിൻ്റെ ബ്രദറിനെ നമ്മൾ എന്തോന്ന് പറയും? മെറ്റേണൽ അങ്കിളെന്നും. അടുത്ത് സിസ്റ്റർ ഓഫ് മദറിനെ നമ്മൾ എന്തോന്ന് പറയും? മെറ്റേണൽ ആൻറ്റി എന്നും പറയും. മനസ്സിലായോ? പെറ്റേണലും മെറ്റേണലും മാറിപ്പോകല്. ഇതെന്തായാലും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പെറ്റേണലും മെറ്റേണലും. അടുത്ത നമുക്ക് നോക്കേണ്ടത് എന്തോന്നാണ്? ഫാദർ ഓഫ് വൈഫ് ഓർ ഹസ്ബൻഡിനെ നമ്മൾ എന്തോന്നാണ്? നമ്മുടെ ഭാര്യേനെ, എൻ്റെ ഭാര്യയെ എൻ്റെ അച്ഛനെ ഞാൻ എന്തോന്നായിരിക്കും വിളിക്കുന്നത്? അമ്മായി അച്ഛന്നല്ലേ വിളിക്കുന്നത്, അത്രേ ഉള്ളൂ. ഫാദർ ഇൻ ലോ. മദർ ഓഫ് വൈഫ് ഓർ ഹസ്ബൻഡ് എന്തോന്നാണ്? മദർ ഇൻ ലോ. ഇത് അമ്മായി അമ്മ എന്ന് വിളിക്കും. മനസ്സിലായോ? അതുപോലെ തന്നെ അടുത്ത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആണ് ഫാദേഴ്സ് ഓർ മദേഴ്സ് ഓൺലി സൺ ഓർ ഡോട്ടർ. അച്ഛൻ്റെയോ അമ്മയുടെ ഒരേ ഒരു മോനോ മോളോ ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് വൺ സെൽഫ് എന്ന്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ചില ക്വസ്റ്റ്യൻസിന് നമ്മളെ കൺഫ്യൂസിങ് ആവും. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഇമ്പോർട്ടൻറ്റ് റിലേഷൻസും പറയുന്നത്. പിന്നെ സൺ ഓർ ഡോട്ടർ ഓഫ് അങ്കിൾ ഓർ ആൻറ്റീര. സണ്ണിനെ നമ്മൾ എന്തോന്നായിരിക്കും വിളിക്കുന്നത്? കസിൻ. നമ്മുടെ കസിൻ അല്ലേ അവർ. അപ്പോൾ നമ്മൾ അതിനെന്തോന്നാണ് പറയണത്? നമ്മളെ കസിൻ ബ്രദറാണെന്ന് പറയാം, അല്ലെങ്കിൽ കസിൻ സിസ്റ്ററാണെന്ന് പറയല്ലേ, അതാണ്. സോ അടുത്തത് ബ്രദർ ഓർ സിസ്റ്റർ ഓഫ് ഹസ്ബൻഡ് ഓർ വൈഫിൻ്റെ ബ്രദറിനെ സിസ്റ്ററിനെ നമ്മൾ എന്തോന്നായിരിക്കും വിളിക്കണം? നമ്മളെ ഇവിടെയൊക്കെ വിളിക്കണം അളിയാന്ന് വിളിക്കും. ആണ് ബ്രദർ ഇൻ ലോ. പിന്നെ മലയാളത്തിൽ സിസ്റ്റർ ഇൻ ലോൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, അത് നിങ്ങൾ തന്നെ എനിക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തരേണ്ടതാണ്. സോ അടുത്തത് ഹസ്ബൻഡ് ഓഫ് സിസ്റ്റർ ഓർ സിസ്റ്റർ ഇൻ ലോ. സിസ്റ്റർ ഇൻ ലോൻ്റെയോ ഹസ്ബൻഡിനെ നമ്മൾ വിളിക്കണം എന്തോന്നാണ്? ബ്രദർ ഇൻ ലോ എന്നാണ്. എഴുതി വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സൺ ഓഫ് ബ്രദർ ഓർ സിസ്റ്റർ. സഹോദരൻ്റെ മോനെയോ മോളെയോ, മോനെ നമ്മൾ വിളിക്കണം എന്തോന്നാണ്? നെഫ്യൂ. എന്നാൽ മോളെ നമ്മൾ എന്തോന്ന് വിളിക്കണം? സഹോദരിയുടെ എന്തായിരിക്കും? നൈസ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ അടുത്ത് ഹസ്ബൻഡ് ഓഫ് ഡോട്ടർ. മകളുടെ ഹസ്ബൻഡിനെ നമ്മൾ ഹസ്ബൻഡ് ഓഫ് ഡോട്ടർ. മകളുടെ ഹസ്ബൻഡിനെ നമ്മൾ എന്തോന്നാണ് പറയുന്നത്? നമ്മളിവിടെയൊക്കെ മരുമോനെന്ന് വിളിക്കും. സൺ ഇൻ ലോ. നിങ്ങൾ മലയാളത്തിലാക്കി ചെയ്യണം, മനസ്സിലായോ? ക്വസ്റ്റ്യനെ നിങ്ങൾ മലയാളത്തിലാക്കി ചെയ്യണം, അപ്പം നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂസ് ആവില്ല. സോ 18ാമത് നമ്മൾ പറയുന്ന വൈഫ് ഓഫ് ബ്രദറിൻ്റെ വൈഫിനെ നമ്മൾ എന്തോന്നാണ് പറയുന്നത്? സിസ്റ്റർ ഇൻ ലോ എന്നാണ്. അതിൻ്റെ മലയാളം എനിക്ക് അറിഞ്ഞുകൂടാ, അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്ക്. ദെൻ അടുത്തത് വൈഫ് ഓഫ് സൺ എന്ന് പറയുന്നത് എന്തോന്നാണ്? മരുമോൾ. ഡോട്ടർ ഇൻ ലോ എന്ന്. ഈ 19 എണ്ണമാണ് എല്ലാ പരീക്ഷയിലും നമ്മൾ കണ്ടുവരുന്നുള്ള കുറച്ച് റിലേഷൻസ്. സോ ഇത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അഭിഷേക് ഇൻട്രൊഡ്യൂസ് പൂനം ആസ് ദി ഡോട്ടർ ഓഫ് ദി ഓൺലി സൺ ഓഫ് മൈ ഫാദേഴ്സ് വൈഫ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇപ്പം നമ്മളൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പം ഞാനിപ്പം അഭിഷേകിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് ഇപ്പം ഞാൻ ഒരാളടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ട്രാക്ക് ഫ്രം ദി ബാക്കാണ്. ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ട്രാക്ക് ചെയ്യും. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അഭിഷേകാണ് ഞാൻ, ഓൺലി സൺ ഓഫ് മൈ ഫാദേഴ്സ് വൈഫ്. ഫാദറിൻ്റെ വൈഫ് ആരാണ്? മദർ അല്ലേ? സോ ഞാൻ മദർ എഴുതി. ദി ഓൺലി സൺ ഓഫ് മൈ ഫാദേഴ്സ് വൈഫാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിലുള്ള ആരാണ്? ഞാനല്ലേ എന്ന് പറയുന്നത് അഭിഷേകല്ലേ. അഭിഷേകിൻ്റെ മോളാണ് ആരപ്പം? പൂനം. പക്ഷേ ഇതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അഭിഷേകിൻ്റെ ജെൻഡർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തോന്ന്? ഒള്ളി സൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അഭിഷേകിൻ്റെ ജെൻഡർ എടുത്തിട്ടുള്ളത്. അതേ പക്ഷം
നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ അഭിഷേകിൻ്റെ ജെൻഡർ ചിലപ്പോൾ തരൂല. നമ്മൾ ഒരിക്കലും ഊഹിക്കല്ലേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അഭിഷേകം തരുമ്പോൾ തന്നെ നമ്മൾ ഉടനെ അതൊരു ആണിൻ്റെ പേരാണെന്ന് പറഞ്ഞാൽ അതങ്ങ് എഴുതി വെക്കൽ. ചില ക്വസ്റ്റ്യൻസിൽ നമ്മളത് കൺഫ്യൂസിങ് ആക്കും. ചിലതിൽ അവർ പറയുകയാണ് അഭിഷേക് പെണ്ണാണെന്ന്. പക്ഷേ ആ പേര് വെച്ച് നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പാടില്ല. സോ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് കാരണം ഒൺലി സൺ ഓഫ് മൈ ഫാദേഴ്സ് വൈഫ് എന്നാണ്. അവർക്ക് ഒരൊറ്റ മോനേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അഭിഷേകിനെ എടുത്തത്. ദെൻ ഡോട്ടർ എന്ന് പറഞ്ഞ് ഞാൻ നെഗറ്റീവ് ഇട്ട് കൊടുത്തു. സോ എന്തോന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്, ഹൂ ഈസ് ദി പൂനം റിലേറ്റഡ് ടു ദി അഭിഷേക്. പൂനം അഭിഷേകിൻ്റെ ആരാണ് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. പൂനം അഭിഷേകിൻ്റെ ആരാണ്? മോളാണ്, ഡോട്ടറാണ്. മനസ്സിലായ? ഇതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ്. ഇതിൽ നമ്മൾ ബേസിക്സ് പറയണമുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ഓരോ ക്വസ്റ്റ്യൻസും ഇതായിരിക്കും പറയുന്നത്. അതിൻ്റെ അഡ്വാൻസ് ക്വസ്റ്റ്യൻസുകളിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നതാണ്. സോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ടൈപ്പ്. ഇത് സെക്കൻഡ് ക്വസ്റ്റ്യനാണ്. നമ്മളിവിടെ ഫസ്റ്റ് എന്നാണ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ മെയിൻലി കണ്ടിട്ടുള്ളത് SSC പരീക്ഷകൾക്കാണ്. SSC ബാങ്ക് പരീക്ഷകൾക്കാണ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. പറയാൻ പറ്റില്ല, ചിലപ്പം ഇനി മാറ്റിയെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും, എല്ലാം പറഞ്ഞുതരാം. സോ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു. ക്വസ്റ്റ്യൻ നമുക്ക് A/B മീൻസ് A is the mother of B, B minus A minus C, B എന്ന് പറയുന്നത് A is the brother of B, A cross B എന്ന് പറയുന്നത് ക്രോസ് എന്ന് പറഞ്ഞാൽ സിസ്റ്ററാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ദാറ്റ് P is the മെറ്റേണൽ അങ്കിൾ ഓഫ് Q. എന്താണ് മെറ്റേണൽ അങ്കിൾ? നമ്മൾ പറഞ്ഞില്ലേ, മെറ്റേണൽ അങ്കിൾ എന്ന് പറയുമ്പം അമ്മയുടെ സഹോദരൻ, മാമൻ, അമ്മയുടെ സഹോദരനായിരിക്കണം. അതാണ് മെറ്റേണൽ. ആദ്യം M വെച്ച് സ്റ്റാർട്ട് ചെയ്യണം മദർ അങ്ങ് വിചാരിച്ചാൽ മതി. P വെച്ച് സ്റ്റാർട്ട് ചെയ്യണം ഫാദർ. പെറ്റേണൽ ആണെങ്കിൽ ഫാദർ, മെറ്റേണൽ ആണെങ്കിൽ മദർ. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ മൂന്നെണ്ണം തന്നിട്ടുണ്ടല്ലോ, 3 ഓപ്ഷനിൽ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് മൂന്നിൻ്റെയും ഡയഗ്രാം നമ്മൾ വരയ്ക്കണം. അപ്പോൾ എങ്ങനെ വരയ്ക്കും? അപ്പോൾ നമ്മൾ A ആദ്യം വരയ്ക്കും. A എങ്ങനെ വരയ്ക്കും? Q ഈസ് ദി ബ്രദർ ഓഫ് N. Q എന്ന് പറയുന്നത് എന്നിൻ്റെ ചേട്ടനാണ്. അടുത്തത് N എന്ന് പറയുന്നത് എന്തോന്ന്? N ഈസ് ദി മദർ ഓഫ് M. N എന്ന് പറയുന്നത് എമ്മിൻ്റെ മദറാണ്. അടുത്ത എന്തോന്ന്? M ഈസ് ദി സിസ്റ്റർ ഓഫ് P. പിയുടെ സിസ്റ്ററാണ് M. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ എന്താണ്? P ഈസ് ദി മെറ്റേണൽ അങ്കിൾ ഓഫ് Q ആണോ? അല്ലല്ല, P ഈസ് ദി മെറ്റേണൽ അങ്കിൾ ഓഫ് Q ആണ്. Q അല്ല, P Qൻ്റെ മെറ്റേണൽ അങ്കിളാണ് എന്നാണ് പറയുന്നത്. സോ നമ്മൾ ഓപ്ഷൻ A അല്ല. സോ അടുത്ത നമുക്ക് B പാർട്ട് എടുത്ത് നോക്കാം. P ഈസ് ദി മദർ ഓഫ് S. P എന്ന് പറയുന്നത് എസിൻ്റെ മദറാണ്. അപ്പോൾ നമ്മൾ താഴോട്ടല്ലേ പഠിച്ചിട്ടുള്ളത്, താഴോട്ട് വരച്ചൊന്നു. സോ S ഈസ് ദി സിസ്റ്റർ ഓഫ് N. അപ്പോൾ എന്നിൻ്റെ സിസ്റ്ററാണ്. സോ N ഈസ് ദി സിസ്റ്റർ ഓഫ്, സോറി മൈനസ് അല്ലേ, N ഈസ് ദി ബ്രദർ ഓഫ് Q. അപ്പം P എന്ന് പറയുന്നത് Qൻ്റെ അമ്മയല്ലേ, അപ്പോൾ അതും തെറ്റാണ്. സോ അടുത്ത നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഇത് രണ്ടും കിട്ടിയല്ല, ഇത് രണ്ടും നമുക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്യാം. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് C പാർട്ട് എടുത്ത് നോക്കാം. C പാർട്ട് ആണെങ്കിൽ P ഈസ് ദി ബ്രദർ ഓഫ് M. M ഈസ് ദി മദർ ഓഫ് N. സോ M എന്ന് പറയുന്നത് -8. സോ N ഈസ് ദി സിസ്റ്റർ ഓഫ് Q. അപ്പം നമ്മൾ ആ P ഈസ് ദി മെറ്റേണൽ അങ്കിൾ അല്ലേ, Qൻ്റെ അമ്മയുടെ ചേട്ടനല്ലേ P. അപ്പം നമ്മളെ C ഓപ്ഷനാണ്. മനസ്സിലായ? സോ നമുക്കൊരു D പാർട്ടും കൂടി എങ്ങനെ ചെയ്യാൻ, ഗ്രാഫ് വരയ്ക്കേണ്ട, ഈ ഫ്ലോ ചാർട്ട് എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പം Q ഈസ് ദി ബ്രദർ. അപ്പം ചേട്ടൻ പ്ലസ് ഇട്ട് കൊടുക്കുക. ഓഫ് S ഈസ് ദി പെർസെൻറ്റേജ് ഇല്ലല്ല, അപ്പോൾ അത് ഒരിക്കലും ചെയ്യാൻ പറ്റൂല. മനസ്സിലായ? പെർസെൻറ്റേജ് ഇല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റൂല എന്നാണ് അർത്ഥം. അപ്പോൾ ഇതും ചെയ്യാൻ പറ്റൂല. സോ നമ്മളെ ആൻസർ എന്താണ്? C ആണ്. ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ. ഇതാണ് ടൈപ്പ് 3 ക്വസ്റ്റ്യൻ. ടൈപ്പ് 3 ആണ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിൻലി കെയർ എക്സാമിന് വരുന്നത്. ഇതിനെക്കാട്ടി വലിയ സെൻറ്റൻസ് ആയിരിക്കും തരുന്നത്, അത് നമ്മൾ സോൾവ് ചെയ്യണം. സോ ഇത് ചെറിയ ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൻ്റെ അകത്ത് എന്താണ്? 6 മെമ്പേഴ്സാണ്, P, Q, R, X, Y, Z. Q ഈസ് ദി സൺ ഓഫ് R. എഴുതിയെന്ന് വെച്ചോ ആദ്യമേ. Q എന്ന് പറയുന്നത് ആറിൻ്റെ മോനാണ്. Q ഈസ് ദി സൺ ഓഫ് R. R ഈസ് നോട്ട് ദി മദർ ഓഫ് Q. അപ്പോൾ എന്തായിരിക്കും? അച്ഛനായിരിക്കില്ല, അമ്മ അല്ലെങ്കിൽ പിന്നെ അച്ഛനല്ലേ ഉള്ളൂ. P and Q ആർ മാരീഡ് കപ്പിൾസ്. അപ്പം Pയും Qവും മാരീഡ് കപ്പിൾസാണ്. അപ്പോൾ അച്ഛനെയും കിട്ടി, അമ്മയും കിട്ടി. Y
ഈസ് ദി ബ്രദർ ഓഫ് ആർ. ആറിൻ്റെ ബ്രദറാണ് ഒയ്. ഒയ് അല്ലേ? അപ്പോൾ ഒയ് ആറിൻ്റെ ബ്രദറാണ്. അപ്പം അതുപോലെ തന്നെ അടുത്ത് എക്സ് ഈസ് ദി ഡോട്ടർ ഓഫ് പി. പിയുടെ മകളാണ് എക്സ്. അപ്പം ക്യൂവിൻ്റെ അനിയത്തിയല്ലേ? അപ്പം എന്ന് നമ്മൾ ക്യൂ ഈസ് ദി സൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ക്യൂ സണ്ണാണ്. ഓക്കെ, ഇപ്പം എല്ലാവരും ജെൻഡർ കിട്ടിയിട്ടുണ്ടല്ലോ. ഇതെന്ത് എളുപ്പമെന്ന് നോക്കിയേ. ദ ഫസ്റ്റ് പാർട്ട് എ, ക്യൂ ഈസ് ദി ബ്രദർ ഇൻ ലോ ഓഫ്. ഈ ഒരു ഡയഗ്രാം കിട്ടിയ ബാക്കി എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഹൂ ഈസ് ദി ബ്രദർ ഇൻ ലോ ഓഫ് ആർ. ആറിൻ്റെ ബ്രദർ ഇൻ ലോ ആരാണ്? ഒരെണ്ണം നമ്മൾ മിസ്സാക്കി പോയി. അതുകൊണ്ട് ഇസഡ് ഈസ് ദി ബ്രദർ ഓഫ് പി. പിയുടെ ബ്രദറാണ് ഇസഡ്. അപ്പോൾ ഇപ്പോൾ ഓക്കെ അല്ലേ? ഹൂ ഈസ് ദി ബ്രദർ ഇൻ ലോ ഓഫ് ആർ. ആറിൻ്റെ ബ്രദർ ഇൻ ലോ ആരാണ്? ഇസഡ് അല്ലേ? സോ അടുത്ത രണ്ടാമത്തെ എന്തോന്ന്? ഹൗ മെനി ഫീമെയിൽ മെമ്പേഴ്സ് ആർ ദെയർ ഇൻ ദി ഫാമിലി. മദറും ഉണ്ട് ഡോട്ടറും ഉണ്ട്, അങ്ങനെ 2 പേര് ടോട്ടലി. പിന്നെ സി, ഹൂ ഈസ് റിലേറ്റഡ് ടു എക്സ്. ക്യൂ റിലേറ്റഡ് ടു എക്സ്. അപ്പം ക്യൂ എങ്ങനെ എക്സുമായിട്ട് റിലേറ്റ് ചെയ്യണം? അപ്പോൾ എക്സ് എവിടെ, ക്യൂ എവിടെ? എക്സിൻ്റെ ചേട്ടനല്ലേ ക്യൂ. എക്സിൻ്റെ ചേട്ടനല്ലേ ക്യൂ. അപ്പോൾ എന്തോന്നെന്ന് പറയാം? ബ്രദർ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്തോന്ന് പറയാം? സിബിലിൻസ് എന്ന് പറയാം. അടുത്ത നാലാമത്തെ എന്തോന്നാണ്? ഹൂ ഈസ് ദി ഒയ് റിലേറ്റഡ് ടു പി. പിയുടെ ആരാണ് ഒയ്? പിയുടെ ആരാണ് ഒയ്? ആര്? ഭർത്താവിൻ്റെ ചേട്ടൻ എന്ന് പറയുമ്പോൾ എന്തോന്നാണ്? ബ്രദർ ഇൻ ലോ. അളിയൻ എന്ന് വിളിക്കും നമ്മൾ അവിടെയൊക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലഡ് റിലേഷൻ്റെ ബേസിക് കോൺസെപ്റ്റുകൾ. നിങ്ങൾ ഏതൊരു പ്രോബ്ലം കിട്ടിയാലും നേരെ എടുത്ത് വെച്ച് വരച്ച് കണ്ടുപിടിക്കുക. കുറേ പ്രോബ്ലംസ് ചെയ്യണം. അത് നമ്മൾ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാൻ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്.